ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. നമ്മുടെ ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ടുള്ള ഒരു കറിയാണത്. ഞാനിവിടെ ലഗോൺ കോഴിയുടെ പാർട്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാമല്ലോ. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുക്കർ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് എടുത്തത്. അതുകൊണ്ട് ഞാനൊരു 3 ഉള്ളിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഉള്ളി നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റായി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്കത് വഴന്ന് കിട്ടും. അതുകൊണ്ട് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊന്ന് മാറി കിട്ടുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാർട്സ് കറിയിൽ ഞാൻ 2-3 ചിക്കൻ പീസസ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നല്ലൊരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. 3 ഉള്ളിക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ലഗോൺ ചിക്കൻ പീസസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ലഗോൺ പീസസ് ആയതുകൊണ്ട് തന്നെ അല്പം വേവ് കൂടുതലായിരിക്കും. ഏകദേശം എനിക്കിതൊരു 8-9 വിസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ നെക്ക് പീസ്, എല്ലോട് കൂടിയിട്ടുള്ള ഭാഗങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെയാണ്. നമ്മുടെ ചിക്കൻ ഒന്ന് ഉള്ളിയിൽ കിടന്ന് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വേറെ പൊടികളൊന്നും നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ കുക്കർ അടച്ച് വെച്ച് നമ്മുടെ ചിക്കൻ ആവശ്യമായ വിസിൽ വരുന്നിടം വരെ വേവിച്ച് മാറ്റി വയ്ക്കാം. എനിക്ക് ഒരു 9 വിസിലാണ് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പാർട്സൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ നമ്മളെ ചിക്കൻ കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും. ഇതാ കുക്കറിൽ നിന്ന് വെന്ത ചിക്കൻ പീസസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇത് ഞാൻ ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. നമുക്ക് ഇളക്കി യോജിപ്പിക്കാനുള്ള സൗകര്യത്തിനായിട്ട് നമുക്കിത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ്റെ പാർട്സ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അതായത് മുട്ട, കരൾ, അങ്ങനെയുള്ള ഭാഗങ്ങൾ. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അവ ഒഴിവാക്കാവുന്നതാണ്. ഞാൻ ചിക്കൻ്റെ വയറൊന്നും സാധാരണ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാനതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ തിളച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മുടെ മുട്ടയും കരളും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുട്ടയും കരളും ഒക്കെ ചിക്കനിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നല്ലൊരു മണമാണ് ഈ അവസരത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്കിതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും മുട്ടയും കരളും ഒക്കെ കിടന്ന് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 രീതിയിലാണ് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നത്. ഒന്നുകിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓയിൽ റോസ്റ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് അല്പം കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
നമ്മുടെ പൊടികളെടുത്ത് ഒരു ചീനച്ചട്ടിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 2 രീതിയിൽ ചേർത്ത് കൊടുക്കാമെന്ന്. ഓയിൽ റോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എണ്ണയിൽ ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്കൊരു ചീനച്ചട്ടിയോ പാനോ അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഓരോരോ പൊടികളായിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആയിട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയുടെ പൊടിയാണ്. അതുകൊണ്ട് ഒത്തിരി വറന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് വറുത്താൽ മതിയാകും. പച്ചമല്ലി ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി 1 ടേബിൾ സ്പൂണോളം തന്നെ നമുക്കിതിലേക്ക് ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മതിയാവും. നമ്മൾ നേരത്തെ മുളക് പൊടി ചേർത്താണ് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ അല്പം വെളിച്ചെണ്ണയോ മറ്റോ ഒഴിച്ച് ഈ പൊടികൾ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ല കുറച്ച് ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഫ്ലെയിം സിമ്മിൽ വെച്ച് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ മാത്രമേ നമുക്ക് പൊടികൾ കരിയാതെ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനി തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ല നിങ്ങൾക്ക് ഗ്രേവി ഇത്തിരി ലൂസായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൊടികളിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എനിക്ക് നമ്മുടെ ഗ്രേവി ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെള്ളം ചേർക്കാതെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കാനില്ല. അവസാനം മല്ലിയിലൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വാങ്ങി വയ്ക്കാവുന്നതാണ്. വീറ്റ് പൊറോട്ടയുടെ കൂടെയാണ് ഞാനിന്ന് പാർട്സ് കറി സെർവ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി വീറ്റ് പൊറോട്ടയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. വന്നിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് അല്പം മല്ലിയില കൂടെ തൂകി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല കുറുകിയിരിക്കുന്നുണ്ട് നമ്മുടെ ചാറൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചിക്കൻ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകും ഇത്. ഞാനൊരു വീറ്റ് പൊറോട്ടയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്